ഹായ് ഓൾ, BBRൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വരയ്ക്കാം വായിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൂപട വായനയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് നാം കിഴക്കായി കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാനും അതുപോലെ തന്നെ സ്കെച്ച് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്നുണ്ട്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ സ്കെച്ചുകൾ എന്ന് പറയുന്നതിൻ്റെ മലയാളമാണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നതാണ് സ്കെച്ചുകൾ എന്ന് പറയുന്നത്. ഈ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ രേഖാചിത്രങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് സ്കെച്ച് എന്ന് പറയുന്നത്. ഇതെന്താണ്? വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കുന്നത്? സ്കെച്ചുകൾ തയ്യാറാക്കുന്നത്. ഇത് ഒരാളുടെ ഓർമ്മയിൽ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ട് വരക്കുന്നതാവാം എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി പ്ലാൻ എന്താണ്? പ്ലാൻ ഒരു പ്രദേശത്തെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് പ്ലാന്? അതിൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ ഉണ്ടാകും, അവയുടെ സ്ഥാനം ഒക്കെ കറക്റ്റായിരിക്കും. ഇതൊക്കെ തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതാണ് പ്ലാന്. ഇനി നോക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ദിശ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? വടക്ക് നോക്കി യന്ത്രം, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ്, ഇതൊക്കെ നമ്മൾ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത് ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഇവിടെ നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു കാന്തസൂചി ഏത് ദിശയാണ് കാണിക്കുക? തെക്ക് വടക്ക് ദിശയാണ് കാണിക്കുക എന്നുള്ള കാര്യം നോക്കി വെക്കുക. അത് PYQ ആണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു കാന്തസൂചി ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? തെക്ക് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കണ്ടല്ലോ, ഈ ഒരു സൂചിയുടെ ഈ അഗ്രഭാഗത്തൊരു റെഡ് കളർ കണ്ടില്ലേ? ഇങ്ങനെ പ്രത്യേകമായി രേഖപ്പെടുത്തിയ ഈ അഗ്രം സൂചിപ്പിക്കുന്നത് എന്താണ്? നോർത്തിനെയാണ്. ഈ ഒരു അഗ്രം സൂചിപ്പിക്കുന്നത് നോർത്തിനെയാണ്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഭൂപടത്തിൻ്റെ ദിശകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ഇവിടെ ദിശ കാണിക്കുന്ന ഒരു അടയാളം നൽകിയിട്ടുണ്ട്. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെയും ചുവട് ഭാഗം തെക്ക് ദിശയെയും, ഈ ഒരു ഭൂപടത്തിൻ്റെ വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതു ഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ്? ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിശ, താഴ്ഭാഗം തെക്ക് ദിശയെയും, വലത് ഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതു ഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത്, സാധാരണയായി ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ഇവിടെ നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, കുറുകെയുള്ള രേഖകളും നെടുകെയുള്ള രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ കുറുകെയുള്ള ഈ രേഖകൾക്ക് പറയുന്ന പേരാണ് അക്ഷാംശ രേഖകൾ എന്നുള്ളത്. നെടുകെയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. കുറുകെയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ,
നെടുകയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇത് നമ്മളെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം, ഈ ഒരു ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഈ ഒരു ഭൂമിയുടെ മാതൃകയായിട്ടുള്ള ഗ്ലോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഈ നെടുക ഇവിടെ ഒരു റെഡ് കളറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ ഭൂമധ്യരേഖ ഈ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. അതാണ് എ ബി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ എ ഭാഗത്ത് പറയുന്നതാണ് വടക്കേ അർദ്ധഗോളം. ഈ വടക്കേ അർദ്ധഗോളത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഉത്തര അർദ്ധഗോളം എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ് എന്ത്? തെക്കേ അർദ്ധഗോളം. ഈ തെക്കേ അർദ്ധഗോളത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ദക്ഷിണ അർദ്ധഗോളം എന്ന് പറയുന്നത്. ഇത് വടക്കേ അർദ്ധഗോളം, ഇത് തെക്കേ അർദ്ധഗോളം. ഈ ഒരു പിക്ചറിൽ ഈ ഭൂമധ്യരേഖക്ക് സമാന്തരമായി കാണുന്ന ഈ രേഖകളാണ് അക്ഷാംശ രേഖകൾ. അതുപോലെ തന്നെ ലംബമായിട്ട് ഉള്ള ഈ രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക. ഈ അക്ഷാംശം എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് എന്ത്? ഈ അക്ഷാംശം എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെ പറയുന്ന പേരാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഇതിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഇനി എന്താണ് രേഖാംശം? രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് വരയ്ക്കുന്നതാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 2 രേഖാംശ രേഖകളാണ് ഉള്ളത്. ഒന്ന് 0 ഡിഗ്രിയും രണ്ടാമത്തത് 180 ഡിഗ്രിയും. ഏതൊക്കെയാണുള്ളത്? 0 ഡിഗ്രിയും മറ്റതൊന്ന് 180 ഡിഗ്രിയുമാണ്. ഈ 0 ഡിഗ്രി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമയരേഖയാണ്. അന്താരാഷ്ട്ര സമയരേഖയാണ് 0 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് എന്ത്? 180 ഡിഗ്രി എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശത്തെ മാനക രേഖാംശം എന്നും പറയുന്നു. 0 ഡിഗ്രി രേഖാംശത്തെ മാനക രേഖാംശം എന്നും പറയുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ്. ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ എന്തായി? ഭൂപടമായി മാറി. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ എന്തായി? ഭൂപടമായി മാറി. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ ഒരു കേരളത്തിൻ്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു ഭൂപടം തയ്യാറാക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതിൽ കൊടുത്തിട്ടുള്ളത് 1 തലക്കെട്ട്, 2 ദിശ, 3 സൂചിക. ഇവ എന്താണ്? ഇവ അവശ്യ ഘടകങ്ങളാണ്. ഒരു ഭൂപടത്തിനുണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട്, ദിശ, സൂചിക എന്നിവ. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഇതെന്താണ്? ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. തലക്കെട്ട് എന്നുള്ളത് ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി എന്താണ്?
ദിശ എന്തിനാണ്? ദിശ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ദിശ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സിമ്പലാണ് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സൂചിക എന്ന് പറയുന്നത്. സൂചിക എന്നുള്ളത് എന്തിനാണ് സൂചിക? ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനാണ് ഭൂപടത്തിൽ സൂചിക നൽകുന്നത്. ഇവിടെ ഒരു ഡോട്ട് ആയിട്ട് ഇട്ടാൽ എന്താണ്? സംസ്ഥാന അതിർത്തിയാണെന്ന് മനസ്സിലാക്കാം. ഒരു ബ്ലാക്ക് ലൈൻ ആണെങ്കിൽ അത് ജില്ലാതിർത്തിയാണ്. ഒരു സ്റ്റാർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് തലസ്ഥാനമാണ്. ഒരു ബ്ലാക്ക് ഡോട്ട് ആണെങ്കിൽ അത് ജില്ലാ ആസ്ഥാനമാണ്. ഇങ്ങനെ ഓരോ സിമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് സൂചിക എന്ന് പറയുന്നത്. ഓരോ സിമ്പിൾസും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ആ ഒരു ഭൂപടത്തിൻ്റെ താഴെ ചെറിയൊരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് നമുക്ക് ഭൂപട വായനയ്ക്ക് സഹായിക്കുന്നു. ഇനി ഇവിടെ നോക്കാനുള്ളത് കാർട്ടോഗ്രഫി എന്ന് പറയുന്നൊരു ഭാഗമാണ്. എന്താണ് കാർട്ടോഗ്രഫി? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയും. ഇത് തയ്യാറാക്കുന്ന ആളെ പറയുന്ന പേരാണ് കാർട്ടോഗ്രഫർ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ പറയുന്ന പേരാണ് കാർട്ടോഗ്രഫർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ഏത്? സർവേ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇന്ത്യയുടെ ഉള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക, നേപ്പാൾ എന്നിവ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ചൈന, മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയവ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഉത്തർപ്രദേശിനെ കുറിച്ച് ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഉത്തർപ്രദേശ് എവിടെയാണ്? വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിലുള്ള ഒരു രാജ്യമാണ് ഏത്? നേപ്പാൾ എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. ഉത്തർപ്രദേശ് എത്ര സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്? 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. കഥക് എന്നുള്ളത് ഏത് നാട്ടിലുള്ളതാണ്? ഉത്തർപ്രദേശിലാണ്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ടു കാണും. ഏതൊക്കെയാണ് പ്രധാന നഗരങ്ങൾ? ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് മുതലായവ. ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. ഇനിയുള്ളത് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം നൽകിയിട്ടുണ്ട്. ഈ വാസ്കോഡ ഗാമ എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് സഞ്ചാരിയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതൊന്ന് വായിച്ചു നോക്കാം. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര ആരംഭിച്ചു. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടത്തെ
നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ എവിടുന്നാണ് യാത്ര ആരംഭിച്ചത്? പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ്. എത്ര പായ്ക്കപ്പലുകൾ? 4 പായ്ക്കപ്പലുകൾ. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 170 പേര്. എന്തിനാണ് എവിടേക്കാണ് വന്നത്? ഇന്ത്യയെ തേടിയാണ് അവർ യാത്ര തിരിച്ചത്. ഈ കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് അവരെവിടെ എത്തി? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് അവരെവിടെ എത്തി? മലിന്തി തുറമുഖത്തെത്തി. എവിടെയാണെത്തിയത്? മലിന്തി തുറമുഖത്ത്. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏത് കാറ്റിൻ്റെ സഹായത്തോടെയാണ് അവർ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തെത്തിയത്? അവരെ സഹായിച്ച കാറ്റ് ഏതാണ്? മൺസൂൺ കാറ്റുകൾ. അവരെന്നാണ് കാപ്പാട് കാലുകുത്തിയത്? 1498 മെയ് 20 ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ ലോകത്തിൻ്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഈ ഒരു ഭൂപടത്തിൽ ഏതൊക്കെ സമുദ്രങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ സമുദ്രങ്ങളാണുള്ളത്? പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ സമുദ്രം, സതേൺ അല്ലെങ്കിൽ ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇങ്ങനെ 5 സമുദ്രങ്ങളാണുള്ളത്. ഇത് വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിലാണ്. അതിനൊരു കോഡ് ഉണ്ട്. അതാണ് പൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. പി എന്ന് പറഞ്ഞാൽ പസഫിക്, എ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക്, ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമുദ്രം, എസ് എന്ന് പറഞ്ഞാൽ സതേൺ അല്ലെങ്കിൽ ആർട്ടിക് സമുദ്രം, എ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക് സമുദ്രം. ഇത് വലിപ്പത്തിൻ്റെ ഓർഡറിലാണ്. ഇത് പഠിക്കാൻ എളുപ്പത്തിനുള്ള ഒരു കോഡാണ് പൈസ എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് ആണ്. സമുദ്രത്തോടൊപ്പം, ഈ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി നമ്മൾ ആ ഒരു പിക്ചറിൽ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരങ്ങൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഈ സമുദ്രത്തോടൊപ്പം വിശാലമായ ആ ഒരു കരഭാഗങ്ങളെ പറയുന്ന പേരാണ് വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ വൻകരകളാണുള്ളത്? ഏതൊക്കെ വൻകരകളാണുള്ളത്? ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ഇത്രയും വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത്. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയവ. ഇതിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ്. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ അത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ്? നമ്മുടെ ഏഷ്യയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക ഭൂഖണ്ഡമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ട് അത് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് എന്ന് ഗ്ലോബ് നോക്കിയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഭൂപടത്തെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.